മേജർ രവി, ഇപ്പം പാക് തീവ്രവാദികളാണ് പിന്നിൽ ലഷ്കർ കമാൻഡർ ആണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്നറിയുന്നു. ഈ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്, പാകിസ്ഥാന്റെ അടുത്ത സുഹൃത്താണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അഥവാ പ്രദേശവാസികളുടെ മറ്റോ സഹായമുണ്ടെങ്കിൽ ഇവരെ പിടികൂടുക, ഈ 6 ഭീകരവാദികളെ പിടികൂടുക എളുപ്പമായിരിക്കുമോ? ഒരു സംശയമില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഈ ലോക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ഡെഫിനറ്റായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടാണ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ കാശ്മീരിനെ ഞാൻ കാണുന്നത്. കാരണം ലോക്കലുകാർ അവർ നമുക്ക് ഇൻഫർമേഷൻ തരും. പണ്ട് അങ്ങനെയല്ലായിരുന്നു, അവർ മിണ്ടാതിരിക്കുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡെഫിനറ്റായിട്ടും ആ ലോക്കലുകാരുടെ ഇന്നലത്തെ രാത്രിയിലത്തെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ എന്ത് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലും അത് പോലീസിനെ എല്ലാ ആർമീനെ അറിയിച്ചിരിക്കും. അത് ഇപ്പം പോലീസും അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ ഈ ഒരു ബയസ്ഡ് അല്ല. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും അവർ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം എന്ത് തന്നെയായാലും ശരി, അത് ഇമ്മീഡിയറ്റ്ലി എടുക്കുക. അത് ഗവൺമെൻറ് അവിടെ പോയിട്ട് ഈ ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പുകൾ എവിടെയൊക്കെ ഉണ്ട് ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്, ട്രെയിനിങ് ക്യാമ്പുകളും ഇവരുടെ സ്ഥലങ്ങളെല്ലാം. ഇത് ഒരു സ്ഥലം മാത്രമല്ലാതെ ഒരടിക്ക് ഇതെല്ലാം കൂടെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നത്, നിങ്ങൾക്കെല്ലാം ഒരു ശകലം മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ സമയത്ത് രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക, രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൈകൾ ശക്തരാക്കുക, അവരെ മാനസികമായിട്ട് തകർക്കാതെ ഇതിനെ അടിക്കേണ്ടത് അടിച്ചേ പറ്റൂ സർ. അല്ലാതെ എവിടെയെങ്കിലും വന്നിട്ട് നിഷ്കർമ്മങ്ങളായ കുറേ ആളുകളെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് അവരെ കൊന്നിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഞങ്ങൾ ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കാം, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കാം. അതല്ല വേണ്ടത് സർ. തിരിച്ചു പോയിട്ട് അടിക്കേണ്ടവനെ അടിക്കണം സർ. അവിടെ ഒരു ക്യാമ്പാണെങ്കിൽ അവനെ ഒരു ക്യാമ്പിൽ നിന്നാണ് വന്നെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള എല്ലാ ക്യാമ്പുകളും തകർത്തിരിക്കണം. ഇനി ഇതുപോലൊരു അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യകുമാർക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് ലോക്കലിൻ്റെ ഫുൾ സപ്പോർട്ട് കാശ്മീരിൽ നിന്ന് കിട്ടുമെന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നത്തെ ലോക്കൽസ് ഇന്ന് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോക്കൽസാണ്. കാരണം അവർ ജീവിക്കാൻ പഠിച്ചു. ഇതാണ് ജീവിതം, ഇതാണ് ഞങ്ങളുടെ വരുമാനം എന്നെല്ലാം കണ്ടുപഠിച്ചതിന് ശേഷം അതിനിടയ്ക്കാണ് ഇവന്മാർ ഇതുപോലൊരു കുത്തിത്തിരിപ്പും കൊണ്ട് ഉണ്ടായിക്കൊണ്ട് ഹിന്ദുക്കളെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്ന ഒരു പ്രഹസനമാണ് സർ. അപ്പൊ അതുകൊണ്ട് ഓരോരോ ഇന്ത്യക്കാരെയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നറിയാം. ഈ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങളുടെ ഒരു പിന്തുണ സൈന്യത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കിന് എളുപ്പത്തിൽ കഴിയുമെന്ന് തന്നെ നമുക്കും വിചാരിക്കാം. വളരെ നന്ദി ശ്രീ മേജർ രവി ഒപ്പം ചേർന്നാനും.